അത് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞ റിസൾട്ട് വന്നു. അവർ വിളിച്ചു പറഞ്ഞു ആ കിട്ടി കേട്ടോ. എനിക്ക് അത്ഭുതമായി പോയി. ഇപ്പോൾ എക്സാമിൻ്റെ സമയമൊക്കെ അടുത്ത സമയത്ത് ഒത്തിരി ഹസ്ബൻഡും മക്കളും അതിനുവേണ്ടി സാക്രിഫൈസ് ചെയ്തിട്ടുണ്ട്. ഇപ്പം സ്പീക്കിംഗ് ആണെന്നുണ്ടെങ്കിൽ ഓരോ ടോപ്പിക്കും എടുത്ത് ഞാൻ മിററിൻ്റെ ഫ്രണ്ടിൽ പോയിരുന്ന് പറഞ്ഞു നോക്കുമായിരുന്നു. ഇപ്പം എനിക്ക് തോന്നി ജർമ്മനി ആയിരിക്കും നമുക്ക് പറ്റിയ കൺട്രി. അവിടെ ആകുമ്പോൾ അവർ ഫ്രീ ആയിട്ട് നമുക്ക് ജർമ്മൻ പഠിപ്പിക്കുന്നു, നമ്മളെ കൊണ്ടുപോകുന്നു. ഹായ് ഓൾ, നമസ്കാരം. എൻട്രി ജർമ്മനിലെ മറ്റൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് പരിചയപ്പെടാൻ വേണ്ടി പോകുന്നത് അഞ്ജു കൃഷ്ണ എന്ന് പറയുന്ന നമ്മുടെ യൂസറിനെയാണ്. പുള്ളിക്കാരി ഒരു നേഴ്സാണ്. പുള്ളി നമ്മളുടെ ജർമ്മൻ ലാംഗ്വേജ് കോഴ്സിൽ ജോയിൻ ചെയ്ത് വളരെ ചുരുങ്ങിയ കാലയളവ് കൊണ്ട് തന്നെ ഗോയിത്തെ എക്സാം ക്ലിയർ ചെയ്ത് അവരുടെ ഇൻ്റർവ്യൂ ക്ലിയർ ചെയ്ത് ഇപ്പോൾ അടുത്ത മാസം വളരെ പെട്ടെന്ന് തന്നെ പോകാനിരിക്കുകയാണ്. ജർമ്മനിയിലോട്ടൊരു നേഴ്സായിട്ട് പോവുകയാണ്. അപ്പോൾ പുള്ളിക്കാരുടെ കൂടുതൽ വിശേഷങ്ങളും കാര്യങ്ങളും നമുക്കറിയാം, നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. ഹായ് അഞ്ജു. ഹായ്. ഹായ്, എന്താണ് വിശേഷം? സുഖമല്ലേ? സുഖം. അങ്ങനെ പോകുന്നു അല്ലേ? ജർമ്മനിലേക്ക് പോകാനിരിക്കുകയാണ് ഇപ്പോൾ. വിസ വന്നു. ജർമ്മനിലേക്ക് പോകാൻ വേണ്ടി ടിക്കറ്റിന് വെയിറ്റ് ചെയ്യുക. സൂപ്പർ സൂപ്പർ. സോ എന്താണ് ഇപ്പോൾ ഫീൽ ചെയ്യുന്ന കാര്യം എന്താണ് അഞ്ജുവിന്? വളരെയധികം കാലം മേ ബി ഇതിന് കഷ്ടപ്പെട്ടിട്ടുണ്ടാവാം. നല്ലൊരു സ്ഥലത്ത് പോയി ജോലി ചെയ്യാനും വലിയൊരു സാലറിയോട് കൂടിയിട്ടുള്ള ജോലിയിലോട്ട് മാറാനൊക്കെ വേണ്ടിയിട്ട്. അപ്പോൾ ഇപ്പോൾ എന്താണ് തോന്നുന്നത്? സക്സസ്ഫുള്ളായിട്ടും നമ്മൾ ചെയ്തിട്ടുള്ള ആ ഒരു കാര്യം നേടിയെടുത്തതിൻ്റെ ആ ഒരു ഫീലിംഗ് എന്താണ്? ഹൗ ഡു യു ഫീൽ നൗ? എന്താ ഇപ്പോൾ പറയുക, ജർമ്മൻ എന്ന് പറഞ്ഞാൽ ഈ ലാംഗ്വേജ് പഠിക്കാൻ പോയി മുതൽ എല്ലാവരും പറയുന്നതാണ് പറ്റത്തില്ല കിട്ടത്തില്ലെന്ന്. അത് കിട്ടിക്കഴിഞ്ഞപ്പോൾ ഞാൻ ഓർത്തു, ദൈവമേ ഞാൻ ഭയങ്കര വലിയ ഭാഗ്യശാലിയായിരിക്കും. പിന്നെ ഞാൻ ഓർക്കുക ചിലപ്പോൾ നമ്മുടെ അധ്വാനത്തിന് ഫലം ദൈവം തന്നതായിരിക്കും എന്ന് വിചാരിക്കുന്നു. ഷുവർ, യെസ്, വളരെയധികം ശരിയാണ്. ആക്ച്വലി നേരത്തെ മുന്നേ നമ്മളെ ഒരു ഫാക്കൽറ്റീസ് ഇതിന് മുന്നേ ഒരുപാട് പേര് ഇവിടെ വന്നിട്ടുണ്ട്, ഒരുപാട് പേര് പഠിച്ചിട്ടുണ്ട്. അപ്പം എല്ലാവരുടെ അടുത്തും സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇതെല്ലാം ഒരു ആഗ്രഹത്തിന് പുറത്ത് നമ്മൾ ഒരുപാട് കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളൊക്കെ മാറ്റി മറ്റൊരു നാട്ടിലോട്ട് പോകുന്നത് തന്നെ സത്യം പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പക്ഷേ മറ്റൊരു നാട്ടിലോട്ട് പോകുന്ന സമയത്ത് നമ്മുടെ കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും മാറാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് കിട്ടിയതിൽ വളരെയധികം എൻട്രിയിലൊരു റെപ്രസെൻറ്റേറ്റീവ് എന്നുള്ള രീതിയിൽ ഞാൻ അതിയായി സന്തോഷിക്കുന്നു. നിങ്ങൾക്ക് വേണ്ടിയിട്ട് എല്ലാവിധ സപ്പോർട്ടും നമുക്ക് ചെയ്തു തരാൻ പറ്റിയതിൽ വളരെയധികം സന്തോഷിക്കുന്നുണ്ട്. ഓക്കെ അഞ്ജു, അപ്പം ജർമ്മനി എന്ന് പറയുന്ന കൺട്രി എങ്ങനെയാണ് അഞ്ജുവിൻ്റെ ഡിസിഷനിലോട്ട് വന്നത്? ജർമ്മനിയിലോട്ട് പോകാനുള്ള ആഗ്രഹം, ജർമ്മൻ ഭാഷ പഠിക്കാനുള്ള ആഗ്രഹം നേരത്തെ ഉണ്ടായിരുന്നോ അത്, അല്ലെങ്കിൽ അത് ഈയിടെയായിട്ട് ആളുകൾ പറയുന്നത് കൊണ്ട് എടുത്ത ഡിസിഷനാണോ? എന്താണ്? ശരിക്കും പറഞ്ഞാൽ വെളിയിലേക്ക് പോകുക എന്നുള്ളത് എൻ്റെ ഒരു ആവശ്യമായിരുന്നു. എങ്ങോട്ടെങ്കിലും പോകണം എന്നുള്ളത് എൻ്റെ ഒരു വളരെ വേണ്ടപ്പെട്ട ഒരു ആവശ്യമായിരുന്നു. അപ്പോൾ ആദ്യം ഞാൻ ഗൾഫ് കൺട്രീസ് നോക്കി. അവിടെ നോക്കിക്കഴിഞ്ഞപ്പോഴും ഇഷ്ടം പോലെ കാശ് അവർ ചോദിക്കുന്നത്, നമ്മുടെ കയ്യിൽ അതില്ല. പിന്നെ IELTS നോക്കി, നമുക്കറിയാം ഇപ്പോൾ UK ഒക്കെ ഫുൾ ക്ലോസ്ഡാണ്. പിന്നെ ന്യൂസിലാൻഡിലൊക്കെ ആണെങ്കിൽ നല്ല എമൗണ്ട് അവർ ചോദിക്കുന്നുണ്ട്. ഇതൊന്നും നമ്മളെ കൊണ്ട് പറ്റില്ല. അപ്പം ഞാൻ എൻട്രിയുടെ ഒക്കെ ആണെങ്കിലും ആഡ് കണ്ടു കഴിഞ്ഞപ്പം ഫ്രീ ആയിട്ട് നേഴ്സുമാരെ കൊണ്ടുപോകുന്നു, ഫ്രീ ആയിട്ട് ജർമ്മൻ പഠിപ്പിക്കുന്നു. എന്നാൽ പിന്നെ ഇത് നോക്കിയേക്കാം. പെട്ടെന്ന് ഞാൻ നമ്പർ എടുത്ത് വിളിച്ചു. ശീതൾ ഫോൺ എടുത്തു. ശീതൾ പറഞ്ഞു എൻട്രി ഇങ്ങനെ ഒരു ഓഫറായിട്ട് തരുന്നുണ്ട്, A1 മുതൽ B2 വരെ പഠിക്കുവാണെങ്കിൽ എന്ന് പറഞ്ഞു. അന്ന് ഒരു ദിവസം ഓഫറും ഉണ്ടായിരുന്നു. എന്നാൽ ശരി ചേർന്നേക്കാം. സത്യം പറഞ്ഞാൽ ഹസ്ബൻഡിനോട് പോലും ഞാൻ ചോദിച്ചില്ല. പെട്ടെന്ന് ചേർന്ന് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു ഞാൻ ജർമ്മൻ പഠിക്കാൻ ചേർന്നു കേട്ടോ. നീ ആരോട് ചോദിച്ചിട്ട്? എൻ്റെ ഹസ്ബൻഡ് എന്നോട് പറഞ്ഞു. എനിക്ക് തോന്നി. അങ്ങനെ ഞാൻ ജോയിൻ ചെയ്തു. അതെ, അത് അവിടെ നിന്നാണ് ഭാവി മാറാൻ വേണ്ടി തുടങ്ങിയത്. ഇതിന്റെ ഓപ്പർച്യൂണിറ്റീസിനൊക്കെ പറ്റി മുന്നേ നിങ്ങൾക്ക് അറിയുമായിരുന്നോ? എൻട്രിയിലൂടെ ആണോ അറിഞ്ഞത്? സത്യം പറഞ്ഞാൽ എൻട്രി കൂടെ അറിഞ്ഞത്. ഞാനിങ്ങനെ പല കൺട്രീസ് മാറി നോക്കി. ഇപ്പം എല്ലായിടത്തും പോകണമെങ്കിൽ അവർ നല്ലൊരു എമൗണ്ട് ചോദിക്കുന്നുണ്ട്, നമുക്കത് കൊടുക്കാനില്ല. ഇപ്പം എനിക്ക് തോന്നി ജർമ്മനി ആയിരിക്കും നമുക്ക് പറ്റിയ കൺട്രി. അവിടെ ആകുമ്പോൾ അവർ ഫ്രീ ആയിട്ട് നമുക്ക് ജർമ്മൻ പഠിപ്പിക്കുന്നു, നമ്മളെ കൊണ്ടുപോകുന്നു, എല്ലാ കാര്യങ്ങളും ഫ്രീ ആയിട്ട് ചെയ്തു. ഒന്ന് ജർമ്മനി പാസ്സായാൽ മതി, അത്രേ ഉള്ളൂ. തീർച്ചയായും ഈ സമയങ്ങളിൽ ജർമ്മനിയിൽ എന്തുകൊണ്ടാണ് പല ആൾക്കാർക്കും ഒരു തോട്ട് ഉണ്ടാവും എന്തുകൊണ്ടാണ് ജർമ്മനിയിൽ ഇത്രയും ഓപ്പർച്യൂണിറ്റീസ് വരുന്നത് എന്നുള്ളത്? അത് അവിടുത്തെ ഏജിങ് പോപ്പുലേഷനാണ് അതിൻ്റെ കാര്യം. എല്ലാവരും വയസ്സായിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് നഴ്സുമാരും അതുപോലെ തന്നെ ഒരുപാട് ബ്ലൂ കോളർ ജോബ്സിലോട്ടും അതുപോലെ ടെക്നിക്കൽ ജോബ്സിലോട്ടും ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ജർമ്മനിയിൽ വരുന്നുണ്ട്. പക്ഷെ അവിടുത്തെ ഒരു വലിയ കടമ്പ എന്ന് പറയുന്നത് ലാംഗ്വേജ് ആണ്. അവിടെയാണ് ആക്ച്വലി അഞ്ജുവിനെ നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റിയത്. അതിൽ വളരെയധികം സന്തോഷിക്കുന്നു. നമ്മൾ പറഞ്ഞു എൻട്രിയിലൂടെ ആണ് ജർമ്മൻ പഠിച്ചത്. അപ്പം ജർമ്മൻ പഠിക്കാൻ തുടങ്ങിയപ്പോൾ എന്താണ് അഞ്ജുവിന് തോന്നിയത്? എളുപ്പമാണോ ഭാഷ, അല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായി തോന്നിയോ? സെൽഫ് ഡൗട്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു, എന്നെ കൊണ്ട് പറ്റുമോ, അങ്ങനെയൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നോ?
ജർമ്മൻ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ലാംഗ്വേജ് ആണ്. നമുക്കൊന്നും അറിയില്ല. ABCD മുതൽ നമ്മൾ പഠിക്കണം. അതൊക്കെ നമ്മൾ അക്സെപ്റ്റഡ് ആയിരുന്നു. എന്തായാലും പഠിച്ചു നോക്കാം ഇത് വിചാരിച്ചു. ആദ്യം ക്ലാസ് തുടങ്ങി. പിന്നെ നമുക്ക് ഏത് ക്ലാസ്സിലാണെങ്കിലും എനിക്ക് A1 മുതൽ B2 കിട്ടിയ വരെയുള്ള ട്യൂട്ടേഴ്സ് വളരെ സപ്പോർട്ടീവ് ആയിരുന്നു. നമുക്ക് വളരെ സിമ്പിളായിട്ട് കാര്യങ്ങൾ പറഞ്ഞു തരുമായിരുന്നു. ഒത്തിരി സ്ട്രെസ്സൊന്നും തന്നിട്ടേ ഇല്ല. ഇപ്പം അന്നൊക്കെ ഇപ്പോൾ A1 തുടങ്ങിയ സമയത്ത് ഇപ്പോൾ ഒരു വേർഡ് പറയുമ്പം നമുക്ക് കിട്ടത്തില്ല. കാരണം നമ്മൾ ഇംഗ്ലീഷ് ആയിട്ട് ഏറെ സാമ്യമുള്ളൊരു ഭാഷയാണ് ജർമ്മൻ. അപ്പോൾ ആ ഒരു സ്ലാങ്ങേ നമുക്ക് വരത്തുള്ളൂ. അപ്പം നമ്മുടെ ട്യൂട്ടർ പറയുന്നത് നമ്മൾ മലയാളത്തിൽ എഴുതി വെക്കും. ഇപ്പോൾ ഓരോന്നും ഇഷ് നമുക്ക് മലയാളത്തിൽ എഴുതി വെക്കും. അപ്പം അവരുടെ വായിന്നത് കേൾക്കും. അപ്പം എവണിൻ്റെ സമയത്ത് സാറ് പറഞ്ഞായിരുന്നു, ഞാനും ഇങ്ങനെയായിരുന്നു ഗോയിത്തയിൽ ചേർന്ന സമയത്ത്. ഇപ്പോൾ ഓരോ വാക്കുകൾ സാറിൻ്റെ വായിന്ന് കേൾക്കാനാണ് ഞാൻ നോക്കിക്കൊണ്ടിരുന്നത്. അത് ഞാൻ മലയാളത്തിൽ എഴുതി വെക്കുമായിരുന്നു. ഞാനത് ഫോളോ ചെയ്തു. എല്ലാം മലയാളത്തിൽ എഴുതി വെക്കും. അപ്പോൾ പിന്നെ നമുക്ക് നോക്കിയാൽ അത് വായിക്കാൻ പറ്റും. അപ്പം അങ്ങനെ വായിച്ച് വഴക്കിക്കൊണ്ട് വന്നു. ശരിക്കും ശരിക്കും ബുദ്ധിമുട്ടുള്ള ഒരു ഭാഷയെ നമ്മൾ മെരുക്കി കൊണ്ടുവന്നു എന്ന് വേണം പറയാൻ. അതെ, മെരുക്കി കൊണ്ടുവരണം. ഈ ഭാഷ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഭാഷ എന്ന് പറയുന്ന വലിയ കടമ്പയാണ് എത്താനുള്ളത്. അപ്പം ജർമ്മൻ ഭാഷ പഠിച്ചു തുടങ്ങി A1 കഴിഞ്ഞു A2 പോകുന്ന സമയത്ത് നിങ്ങൾ സെൻറ്റൻസ് കൺസ്ട്രക്ട് ചെയ്യാനെല്ലാം പഠിക്കും. അപ്പോൾ ഇത് പഠിച്ചു വരുന്ന സമയത്ത് എന്താണ് തോന്നിയത്? കോൺഫിഡൻസ് തോന്നിയോ? സന്തോഷം തോന്നിയിട്ടുണ്ടായിരുന്നോ? തീർച്ചയായും. ഒരു സെൻറ്റൻസ് ഞാനൊന്ന് കറക്റ്റായിട്ട് എഴുതുമ്പോൾ എനിക്ക് വലിയ സന്തോഷമായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് A1 തുടങ്ങിയിട്ട് സിമ്പിൾ സെൻറ്റൻസ് ഞങ്ങളുടെ സാറ് തരുമായിരുന്നു. മലയാളം തരും, അതിൽ ഇംഗ്ലീഷ് എഴുതിക്കൊണ്ട് വരാൻ പറയും. ജർമ്മൻ എഴുതിക്കൊണ്ട് വരാൻ പറയും. നമുക്ക് ആദ്യം ബുദ്ധിമുട്ടായിരുന്നു. ആദ്യം ചിലപ്പോൾ പൊട്ടത്തരമായിരിക്കും, പക്ഷെ കറക്ഷൻ തരും. പിന്നെ അത് ഓക്കെ എഴുതി നോക്കും. അങ്ങനെ പല പ്രാവശ്യം എഴുതി ഒരു സെൻറ്റൻസ് കറക്റ്റ് ആകുമ്പോൾ വലിയ സന്തോഷമായിരുന്നു. അതുപോലെ ഇപ്പോൾ ഒരു സെൻറ്റൻസ് നമുക്ക് വായിച്ചതിൻ്റെ അർത്ഥം നമുക്ക് മലയാളത്തിൽ മനസ്സിലാക്കുമ്പോൾ വലിയ സന്തോഷമായിരുന്നു. നേരത്തെ അഞ്ജു പറഞ്ഞിട്ടുണ്ടായിരുന്നു ജോയിൻ ചെയ്തതിന് ശേഷമാണ് ഹസ്ബൻഡിൻ്റെ അടുത്ത് പറഞ്ഞത് എന്നുള്ളത്. അപ്പോൾ പുള്ളിക്കാരൻ്റെ എന്തായിരുന്നു പുള്ളി എങ്ങനെയായിരുന്നു അതിനെ നിങ്ങളടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത്? പുള്ളിയുടെ സൈഡിൽ നിന്ന് സപ്പോർട്ട് ഉണ്ടായിരുന്നോ? എന്താണ് അവിടെ കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു നടന്നത്? തീർച്ചയായിട്ടും എൻ്റെ ഹസ്ബൻഡ് നല്ല സപ്പോർട്ടിങ് ആയിരുന്നു. അപ്പോൾ ഞാനിപ്പോൾ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഫുൾ ഫ്രീഡം എനിക്ക് തരുന്ന ഒരാളാണ് ഹസ്ബൻഡ്. അതുകൊണ്ട് തന്നെ ചേട്ടനെ സംബന്ധിച്ചോളം ചേട്ടൻ ചിന്തിച്ച് ജർമ്മൻ ലാംഗ്വേജ് ഞാൻ ഇങ്ങനെ പഠിച്ചെടുക്കും എന്നുള്ള ചിന്തയായിരിക്കും ചേട്ടൻ ചോദിച്ചത്, നീ ജർമ്മൻ എന്തിനാ ഇപ്പം തിരഞ്ഞെടുത്തേ എന്നുള്ള രീതി. പക്ഷേ ഫുൾ സപ്പോർട്ടായിരുന്നു കേട്ടോ ചേട്ടൻ. പിന്നീട് എല്ലാ കാര്യത്തിനാണെങ്കിലും ഒരു നിർബന്ധങ്ങളും ആൾക്കുണ്ടായിരുന്നില്ല. മാക്സിമം സമയം പഠിക്കുവാണോ, പഠിച്ചോ. ചേട്ടാ എല്ലാ വീട്ടുകാര്യങ്ങളിലൊക്കെ ആണെങ്കിലും നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുമായിരുന്നു. ഇപ്പോൾ എക്സാമിൻ്റെ സമയമൊക്കെ അടുത്ത സമയത്ത് ഒത്തിരി ഹസ്ബൻഡും മക്കളും അതിനുവേണ്ടി സാക്രിഫൈസ് ചെയ്തിട്ടുണ്ട്. ഞാൻ പഠിത്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് അങ്ങ് ഇരുന്ന് പഠിക്കുമായിരുന്നു. അപ്പോൾ ഫുഡിൻ്റെ കാര്യത്തിലൊക്കെ ഒത്തിരി കോംപ്രമൈസ് ചെയ്തിട്ടുണ്ട് ശരിക്കും. ഓക്കെ, ഇപ്പം കുട്ടികളുണ്ടെന്ന് പറഞ്ഞു, അവർ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? 2 പേരാണ്. ഒരാളിപ്പം 5ാം ക്ലാസ്സിൽ പഠിക്കുന്നു, ഒരാൾ 1ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഓക്കെ, അപ്പോൾ അമ്മയായിട്ടുള്ള അഞ്ജു അവര് പഠിക്കുന്ന സമയത്ത് അവരെ കൂടെ ഇരുന്ന് പഠിക്കുമായിരുന്നോ, അല്ലെങ്കിൽ നിങ്ങൾ വേറെ സെപ്പറേറ്റ് ടൈം അവരെ നോക്കിയതിന് ശേഷം പിന്നെ രാത്രിക്ക് ഇരുന്ന് പഠിക്കാറായിരുന്നോ? എന്തായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്? സത്യം പറഞ്ഞാൽ ഈ സെക്കൻഡ് ഷിഫ്റ്റ് ഒക്കെ ആണെങ്കിൽ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ലാസ്സിന് കയറാനുള്ള സമയം ഉണ്ടാവുള്ളൂ. വരുമ്പോൾ 8 മണിയാവും. പെട്ടെന്ന് അടുക്കളയിലെ പണിയെല്ലാം തീർത്ത് ഇതാക്കി പെട്ടെന്ന് ക്ലാസ്സിന് കയറും. 1 അവർ ക്ലാസ് കഴിയും, അപ്പോഴത്തേക്കും കിടക്കാറാവും. പിള്ളേരുടെ കാര്യം സത്യം പറഞ്ഞാൽ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നില്ല. പിന്നെ എക്സാമിൻ്റെ സമയമാകുമ്പം ഞാൻ അടുത്തിരിക്കും, അത്യാവശ്യം കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും. മൂത്ത കൊച്ചിനോടാണെങ്കിൽ തന്നെ പഠിച്ചോളാൻ പറയും, അവളിരുന്ന് പഠിക്കും, സംശയമുണ്ട് ചോദിച്ചോളാൻ പറയും. ലാസ്റ്റ് എൻ്റെ എക്സാമിൻ്റെ സമയമൊക്കെ ആവാറായപ്പോൾ ശരിക്കും എൻ്റെ 2 മക്കളോ സാക്രിഫൈസ് ചെയ്ത് B2 എൻ്റെ ഫൈനൽ എക്സാമിൻ്റെ സമയത്ത് വെച്ചാൽ ഗോയിത്തെ എക്സാമിൻ്റെ സമയത്തൊക്കെ അവർക്ക് എക്സാം നടക്കുമായിരുന്നു. ഒരു സൈഡിൽ നിന്ന് അവൾ പഠിക്കും, ഇപ്പുറത്തെ സൈഡിൽ നിന്ന് ഞാൻ പഠിക്കും. കൊച്ചു തന്നെ പഠിച്ചാണ് പാസ്സായത്. പിന്നെ ഇളയതിനെ ഞാൻ ശ്രദ്ധിച്ചിട്ടേ ഇല്ല സത്യത്തില്. 2 പേരും പാസ്സാവുകയും ചെയ്തു. പാസ്സാവുകയും ചെയ്തു. അത്യാവശ്യം പഠിപ്പിച്ചു കൊടുക്കും, ഓടിച്ചിട്ട് പാസ്സാവാനുള്ളതൊക്കെ. ഗോയിത്തെ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ പറഞ്ഞു ഇപ്പം മക്കളുടെ കൂടെ ഇരുന്നിട്ടാണ് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നത്, രാത്രി ഒരുപാട് സമയം ഇരിക്കാറുണ്ടായിരുന്നു. ആ സമയത്ത് നേരിട്ട ഏറ്റവും വലിയ ചലഞ്ചുകൾ എന്തൊക്കെയാണ്? പണ്ട് പഠിച്ച കാര്യങ്ങൾ മറന്നുപോയിട്ടുണ്ടായിരുന്നോ? എങ്ങനെയാണ് അത് പഠിച്ചെടുത്തിട്ടുണ്ടായിരുന്നത്? ഇപ്പം ഗോയിത്തെ എക്സാമിനൊക്കെ ആണെങ്കിൽ നമുക്ക് കോമൺ ആയിട്ട് ചോദിക്കുന്ന കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അതിപ്പം റൈറ്റിംഗ് ആണെങ്കിലും സ്പീക്കിംഗ് ആണെങ്കിലും ഏറ്റവും കിട്ടാൻ പാടുള്ളത് ഈ 2 മൊഡ്യൂളാണല്ലോ. അപ്പം ആ ഓരോ ടോപ്പിക് എടുത്ത് വെച്ച് ഞാൻ പോയിന്റുകൾ എഴുതി വയ്ക്കുമായിരുന്നു. നമുക്കറിയാമായിരുന്നു ഉറപ്പായിട്ട് മറന്നു പോകുമെന്ന്. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് നമുക്കൊന്ന് നോക്കാമല്ലോ. അപ്പോൾ സമയം കിട്ടുമ്പോൾ ഒക്കെ ഞാനത് നോക്കുമായിരുന്നു.
ഇപ്പം സ്പീക്കിംഗ് ആണെന്നുണ്ടെങ്കിൽ ഓരോ ടോപ്പിക്കും എടുത്ത് ഞാൻ മിററിൻ്റെ ഫ്രണ്ടിൽ പോയിരുന്ന് പറഞ്ഞു നോക്കുമായിരുന്നു. ആദ്യമൊക്കെ നമുക്ക് തന്നെ ചിരി വരും, ചിലപ്പോൾ നമുക്ക് എന്താ പറയുന്നത് ഫുൾ പൊട്ടത്തരാന്ന് തോന്നും, വിക്കല് വരും. പക്ഷെ കുഴപ്പമില്ല. പക്ഷെ നല്ല മിററിൻ്റെ മുമ്പിൽ പോയി പ്രാക്ടീസ് ചെയ്യുന്ന ഒത്തിരി നല്ലതാണ് കേട്ടോ. എന്നോട് എൻ്റെ ചേച്ചിയാണ് പറഞ്ഞു തന്നത്. അങ്ങനെ ഞാൻ ഓരോ ടോപ്പിക്ക് എടുത്ത് പറഞ്ഞു നോക്കും. ഒരു 5-6 ടോപ്പിക്ക് കഴിയുമ്പോൾ നമുക്ക് സ്പീക്കിങ്ങിനൊക്കെ ആണെങ്കിൽ നല്ല കോൺഫിഡൻസ് വരും. പിന്നെ റൈറ്റിങ്ങും അതുപോലെ തന്നെ നമ്മൾ നമ്മുടേതായ രീതിയിൽ പോയിന്റുകൾ വെച്ച് എഴുതി ഓരോ നോട്ട് പോലെ ഉണ്ടാക്കി വെക്കും. അപ്പോൾ അതൊരു ബുക്കായിട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്പീക്കിംഗ് ആണെങ്കിലും റൈറ്റിംഗ് ആണെങ്കിലും എക്സാം വരുമ്പോൾ നമുക്ക് അതെടുത്തൊന്ന് റിവൈസ് ചെയ്താൽ നമുക്ക് ആ സമയത്തേക്ക് നല്ല ഉപകാരമായിരിക്കും. ഞാൻ അങ്ങനെ നോട്ട്സ് ഉണ്ടാക്കി വെക്കുന്നുണ്ടായിരുന്നു. അത് ഭയങ്കര ഹെൽപ്ഫുള്ളായിരുന്നു. അപ്പോൾ പഠിക്കുന്ന സമയത്തെ നോട്ടുകൾ ആദ്യമേ തന്നെ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നോ? അല്ല, B2 ആയി കഴിയുമ്പോഴാണല്ലോ നമുക്ക് എക്സാം. അപ്പം B2 ലാസ്റ്റ് ഒക്കെ ആകുമ്പോഴാണ് നമുക്ക് ഓരോ തേമയാണല്ലോ തരുന്നത്. അപ്പം ആ ടൈമിൽ നമ്മൾ നോട്ട്സ് ഉണ്ടാക്കി വെച്ചു. ഇപ്പോൾ ഓരോന്നും ക്ലാസ് ഡിസ്കസ് ചെയ്യുമല്ലോ മാഡം, അപ്പം തന്നെ നമ്മൾ കുറച്ച് നോട്ട്സ് ഉണ്ടാക്കി വെക്കും. ബാക്കി അന്നേരം പറ്റാത്ത ടോപ്പിക്കുകൾ ഈ ക്ലാസ് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ B2 ഫുൾ ക്ലാസ് കഴിഞ്ഞ് കഴിയുമ്പോൾ ഞാൻ തന്നെത്താനിരുന്ന് നോട്ടായിട്ട് കുറേ ഉണ്ടാക്കിയായിരുന്നു. ഗോയത്തെ എക്സാം പാസ്സായപ്പോൾ അല്ലെങ്കിൽ അതിന് ശേഷം ഗോയത്തെ എക്സാം B2 എക്സാം എഴുതുന്നതിന് മുന്നേ B1 ആകുമ്പോൾ തന്നെ നമ്മുടെ ഇൻ്റർവ്യൂ പ്രോസസ്സും കാര്യങ്ങളെല്ലാം തുടങ്ങിയിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ജോലി കിട്ടിയ സമയത്ത് നിങ്ങൾക്ക് പ്ലേസ്മെൻറ്റ് കിട്ടി എന്ന് അറിഞ്ഞ സമയത്ത് എന്താണ് തോന്നിയത്? ആ സമയം ഒന്ന് വിവരിക്കാമോ? എന്താണെന്ന് വെച്ചാൽ സത്യത്തിൽ B1 കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തപ്പോൾ എനിക്കറിയില്ലായിരുന്നു ശരിക്കും പറഞ്ഞാൽ കിട്ടുമോയെന്ന്. ഞാൻ സത്യം പറഞ്ഞാൽ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തത് ജർമ്മൻകാർ പറഞ്ഞാൽ ജർമ്മൻ എനിക്ക് വല്ലതും മനസ്സിലാവുമോ എന്നറിയാൻ വേണ്ടി ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത ഒരാളാണ് ഞാൻ. അങ്ങനെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. ആദ്യമേ അവരൊരു സ്ക്രീനിങ് ഉണ്ടായിരുന്നു നമുക്ക് ടെൻസ് ഗ്രൂപ്പിൻ്റെ ഭാഗത്തുനിന്ന്. അപ്പം അവർ ഇൻ്റർവ്യൂ ചെയ്തു, സ്ക്രീനിങ് കിട്ടി. പിന്നെ അവർ തന്നെ ഇൻ്റർവ്യൂ കോച്ചിങ് കാര്യങ്ങളും ഒക്കെ തന്നു. അത് കഴിഞ്ഞപ്പോൾ നമുക്കൊരു കോൺഫിഡൻസ് ഒക്കെ ആയി. പിന്നെ ഈ ജർമ്മൻകാരല്ലേ, ഇവിടെ നമ്മുടെ ആൾക്കാരല്ലേ ഇൻ്റർവ്യൂ എടുക്കുന്നത്. അപ്പം അങ്ങനെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. എന്തായാലും അവർ പറഞ്ഞതൊക്കെ നമുക്ക് മനസ്സിലായി, എന്ത് ഭാഗ്യം കൊണ്ട്. കിട്ടുമോയെന്നൊന്നും അറിയത്തില്ലായിരുന്നു. കിട്ടുവാണെങ്കിൽ കിട്ടട്ടെ, ആ ഒരു രീതിയിൽ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത്. അത് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞാൽ റിസൾട്ട് വന്നു. അവർ വിളിച്ചു പറഞ്ഞു കിട്ടി കേട്ടോ. എനിക്ക് അത്ഭുതമായി പോയി. അത്ര പ്രിപ്പയർഡ് ഒന്നും ആയിരുന്നില്ല, പക്ഷെ ഫുൾ കോൺഫിഡൻസോട് കൂടെ നമ്മൾ അറ്റൻഡ് ചെയ്തു എന്നുള്ളതാണ്. പിന്നെ ഈ ജർമ്മൻസിന്റെ ഒരു ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ ത്രൂ ഔട്ട് ഒന്ന് സ്മൈൽ ചെയ്ത് കഴിഞ്ഞാൽ അവർക്കൊരു പോസിറ്റീവ് ആണെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. എനിക്ക് എൻ്റെ കാര്യത്തിൽ തോന്നിയത്. അതിനപ്പോൾ എപ്പോഴും പറയും ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും ചിരിച്ചോണ്ട് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യണം. കാരണം ജർമ്മൻസിനെ ചിരിക്കുന്നവരെ ഭയങ്കര ഇഷ്ടമാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. നമ്മുടെ ടീച്ചർ അല്ലാതെ ജർമ്മൻ ഫാക്കൽറ്റീസ് അല്ലാതെ നമ്മുടെ സ്റ്റുഡൻറ്റ് കൗൺസിലേഴ്സ്, സ്റ്റുഡൻറ്റ് റിലേഷൻസ് കോർഡിനേറ്റേഴ്സ് എല്ലാം ഒരുപാട് ഹെൽപ്പായിട്ടുണ്ടായിരുന്നു എന്ന് അഞ്ജു പറയുന്നുണ്ടായിരുന്നു. ശീതളായിരുന്നു എനിക്ക് തോന്നുന്നു അഞ്ജുവിനെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അവരുടെ ഒരു സപ്പോർട്ട് എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആയിരുന്നു ഈ ഒരു യാത്രയിൽ? ഈ മെൻറ്റേഴ്സിൻ്റെ ഒരു സപ്പോർട്ട് കൂടി നമുക്ക് അത്യാവശ്യമാണല്ലോ. അപ്പം നമ്മുടെ ഒരു ട്യൂട്ടർ നല്ലതല്ല എങ്കിൽ നമുക്ക് പറയേണ്ട ആൾക്കാരാണല്ലോ നമ്മുടെ മെൻറ്റേഴ്സ്. അപ്പം ശീതളാണ് എന്നെ ക്ലാസ്സിലേക്ക് ജോയിൻ ചെയ്യിപ്പിക്കുകയൊക്കെ ചെയ്തത്. അപ്പം ഓരോന്ന് കഴിഞ്ഞ് ഓരോ വെച്ചാൽ A1 ആണെങ്കിൽ A1 സ്റ്റാർട്ട് ചെയ്ത ഉടനെ അവർ വിളിക്കുമായിരുന്നു, എങ്ങനെയുണ്ട് ക്ലാസ്, നല്ലതാണോ, ഓക്കെ ആണോ. 2 ആഴ്ച കഴിയും അവർ വിളിക്കും, എങ്ങനെയുണ്ട് ക്ലാസ്, നല്ലതാണോ, എങ്ങനെയുണ്ട് ഫാക്കൽറ്റി, അടിപൊളിയാണോ ചോദിക്കും. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് A1 മുതൽ B2 വരെ കിട്ടിയ ട്യൂട്ടേഴ്സ് എല്ലാം ഒത്തിരി നല്ല ആൾക്കാരായിരുന്നു. അതുകൊണ്ട് എനിക്ക് ചേഞ്ച് ചെയ്ത് തരാൻ പറയേണ്ട ആവശ്യമില്ലായിരുന്നു. പക്ഷെ പലരും പറഞ്ഞിട്ടുണ്ട് ഇപ്പം ട്യൂട്ടേഴ്സ് നല്ലതല്ല എങ്കിൽ പറഞ്ഞ് അവരപ്പം തന്നെ മാറ്റി തരുമെന്ന് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. എൻ്റെ കാര്യത്തിൽ എനിക്കങ്ങനെ വേണ്ടി വന്നില്ല. കിട്ടിയവരെല്ലാം സൂപ്പറായിരുന്നു, സൂപ്പർ ട്യൂട്ടേഴ്സ് ആയിരുന്നു. ഈ ജർമ്മൻ ലാംഗ്വേജിനോടുള്ള ഭയം കൊണ്ട് അത് എന്നെ കൊണ്ട് സാധിക്കുമോ എന്നുള്ള ക്വസ്റ്റ്യൻ, അല്ലെങ്കിൽ എന്നെ കൊണ്ട് കൂട്ടിയാൽ കൂടുമോ എന്നുള്ള ഒരുപാട് സെൽഫ് ഡൗട്ട് കൊണ്ട് ആളുകൾ ഒരുപാട് പേര് ഇത് പഠിക്കാതെ ഇതിനോട്ട് മുന്നോട്ട് വരാതെ നിൽക്കുന്നുണ്ട്. അപ്പം അവരോട് എന്താണ് ആക്ച്വലി അഞ്ജുവിന് പറയാനുള്ളത്? എന്ന് വെച്ചാൽ നമ്മൾ പഠിക്കാൻ തുടങ്ങുമ്പോൾ പലരും പറയും കിട്ടത്തില്ല. ഞാൻ ആദ്യമേ പറഞ്ഞു കിട്ടത്തില്ല, ഇത് തന്നെയാണ് നമ്മൾ കേൾക്കുന്ന കാര്യം എന്ന് പറഞ്ഞ് നമ്മൾ ഒരിക്കലും മറ്റൊരാളുടെ രീതി ആയിരിക്കില്ല നമുക്ക്. അപ്പം നമുക്കറിയാം ജർമ്മൻ ഒരു ഡിഫിക്കൽട്ട് സബ്ജക്റ്റാണ്, അല്ലെന്ന് ഞാൻ പറയുന്നില്ല, ബുദ്ധിമുട്ടാണ്. അത് അറിഞ്ഞുകൊണ്ട് തന്നെ വേണം നമ്മൾ പഠിക്കാൻ തുടങ്ങാൻ. തെറ്റിപ്പോയിക്കോട്ടെ, കുഴപ്പമില്ല, നമുക്ക് ശരിയാക്കാം. അതിന് നമുക്കിപ്പോൾ പണ്ടത്തെ പോലെ അല്ലല്ലോ, ഇഷ്ടം പോലെ യൂട്യൂബ് വീഡിയോസ് കാണാം. അതുമാത്രമല്ല നമുക്ക് ഫേസ്ബുക്ക് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് ഇഷ്ടം പോലെ ചാനലുകളുണ്ട്, യൂട്യൂബ് ചാനലുകളുണ്ട്. അതിലെല്ലാം അവർ പല പല കാര്യങ്ങളും നമുക്ക് പഠിക്കാൻ പറഞ്ഞു തരുന്നുണ്ട്. നമുക്ക് കുറച്ച് സമയം ജർമ്മൻ പഠിക്കാൻ സ്പെൻഡ് ചെയ്താൽ മതി. നമ്മളെ ആവശ്യമാണല്ലോ ജർമ്മൻ പാസ്സാവുക എന്നുള്ളത്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഇഫോർട്ട് ഇടുക.
അപ്പോൾ പിന്നെ വേണ്ട കാര്യങ്ങളെല്ലാം ട്യൂട്ടേഴ്സ് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. പിന്നെ നമ്മുടെ ഭാഗത്തു നിന്ന് ഒരു എഫോർട്ടും കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഏത് ഡിഫിക്കൽട്ടായിട്ടുള്ള സംഭവം നമുക്ക് ഈസി ആക്കി എടുക്കാം, ചെയ്തെടുക്കാൻ പറ്റും. മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ചെയ്തെടുക്കാൻ പറ്റും, എന്നെ കൊണ്ട് പറ്റും എന്നുള്ള ആ ഒരു ഒന്നും പറ്റില്ല എന്ന് വിചാരിച്ചാൽ നമുക്കൊന്നും പറ്റത്തില്ല. അതെ അതെ, വളരെ ശരിയാണ്. അഞ്ജുവിന്റെ വിജയത്തിനായിട്ട് അഞ്ജു ഒരിക്കലും കോംപ്രമൈസ് ചെയ്യാത്ത 3 കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു? ഇപ്പം ജർമ്മൻ ലാംഗ്വേജ് പഠിക്കുന്നതാവട്ടെ, ഗോയിത്ത് എക്സാം പാസ്സാവുന്നതാവട്ടെ, അതല്ലെങ്കിൽ ഈ ഇൻ്റർവ്യൂ ക്ലിയർ ചെയ്യുന്നതാവട്ടെ, ഈ വിജയഗാഥയിൽ അഞ്ജു ഒരിക്കലും കോംപ്രമൈസ് ചെയ്യാത്ത ഒരു 3 കാര്യങ്ങളെ പറ്റി പറയാമോ? ഒന്ന്, ഞാൻ ക്ലാസ് മാക്സിമം ഓൺലൈൻ അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുമായിരുന്നു. പലരും ചെയ്യുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ റെക്കോർഡഡ് സെഷൻസ് ഉണ്ടല്ലോ, ഓൺലൈൻ ക്ലാസ് വേണ്ട, ആ ഒരു ചിന്തയാണ്. അപ്പം അതല്ല, ഓൺലൈൻ ക്ലാസ് ചേർന്നാലുള്ള, അതായത് കയറിയാലുള്ള ഗുണം എന്ന് പറഞ്ഞാൽ ക്ലാസ് ഓൺലൈനിലാണ്. ടീച്ചേഴ്സ് ചോദിച്ചാൽ നമ്മൾ ആൻസർ ചെയ്യാൻ ശ്രമിക്കും. ഇപ്പോൾ ഒരു വാക്ക് ഒരു ഒക്കാബുലറി നമുക്ക് ആ ക്ലാസ്സിൽ നിന്ന് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ട്യൂട്ടറിൻ്റെ വായിൽ നിന്ന് അത് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ നിൽക്കും. അതൊരു കാര്യമാണ്. ഞാനത് എല്ലാവരോടും പറയാറുണ്ട്, അത് മസ്റ്റാണ്. ഞാൻ മാക്സിമം ഓൺലൈൻ ക്ലാസ് കയറുന്ന ഒരാളായിരുന്നു. എത്ര വൈകിട്ടാണെങ്കിലും ഓടി കയറുമായിരുന്നു ക്ലാസ്സിൽ. അതൊന്നാമത്തെ കാര്യം. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ രണ്ടാമത്തേന്നല്ല, ശരിക്കും പറഞ്ഞാൽ ദൈവാനുഗ്രഹം അത് വലിയൊരു ഫാക്ടറാണ്. ഞാനെല്ലാം ദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരാളാണ്. ദൈവത്തിനൊരു കരുണ കൊണ്ട് തന്നെയാണ് എനിക്കിത് കിട്ടിയത്. ഇല്ലെങ്കിൽ നമുക്കൊന്നും എത്താൻ പറ്റത്തില്ലോ. ദൈവവിശ്വാസം കൂടെ വേണം. അതാണ് ശരിക്കും പറഞ്ഞാൽ ഒന്നാമത്തെ ഫാക്ടർ. പിന്നെയെന്ന് പറഞ്ഞാൽ പിന്നെ നമ്മുടെ അധ്വാനം, നമ്മൾ എന്തോ പറയുന്നത് മാക്സിമം പ്രിപ്പയർ ചെയ്യുക. ഒന്നും ബൈഹാർട്ട് പഠിക്കാതിരിക്കുക, നമ്മുടേതായ രീതിയിൽ പറയാൻ ശ്രമിക്കുക. ബൈഹാർട്ട് പഠിക്കാനായിട്ട് ഞാൻ അങ്ങനെ ശ്രമിച്ചിട്ടില്ല. എൻ്റെ സ്വന്തം വാക്കുകളാണ് സ്പീക്കിംഗ് ആണെങ്കിലും റൈറ്റിംഗ് ആണെങ്കിലും ഒക്കെ വന്നുകൊണ്ടിരുന്നത്. അത് സിമ്പിളായിരിക്കും, പക്ഷെ കുഴപ്പമില്ല, അത് മതി നമ്മുടെ എക്സാമിനേഴ്സിന്. സിമ്പിളായിട്ട് കാര്യങ്ങൾ അവതരിപ്പിക്കുക. കഷ്ടപ്പെട്ട് പഠിക്കാതെ ഇഷ്ടപ്പെട്ട് പഠിക്കുക. നിങ്ങൾ ആ ലാംഗ്വേജിന് ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത്. അതെ, മേ ബി അത് തന്നെ ആയിരിക്കാം അഞ്ജുവിന് നമ്മുടെ ഇനി ഭാവിയിൽ അല്ലെങ്കിൽ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളാവട്ടെ, വിദ്യാർത്ഥികളാവട്ടെ, ഹോസ്പിറ്റലിങ്ങിന് പോകുന്നവരോ നഴ്സിങ്ങിന് പോകുന്നവരോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ജോലിയിലോട്ട് ജർമ്മനി എന്ന് പറയുന്ന കൺട്രിയിലോട്ട് മൈഗ്രേറ്റ് ചെയ്യാനും അവിടെ ഒരു ജോലി നോക്കാനും അല്ലെങ്കിൽ അവരുടെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാനും ആഗ്രഹിക്കുന്ന ഒരുപാട് പേരും അടുത്ത് മേ ബി അഞ്ജുവിന് പറയാനുള്ളത് അത് തന്നെയായിരിക്കും. ഈ ലാംഗ്വേജിനെ നിങ്ങൾ ഒരിക്കലും പഠിക്കണം എന്നുള്ള രീതിയിൽ പഠിക്കരുത്, നിങ്ങൾ ഇഷ്ടപ്പെട്ട് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ്. അതല്ലാതെ വേറെ എന്തെങ്കിലും അഞ്ജുവിന് ഇനി പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളോടോ അല്ലെങ്കിൽ നഴ്സുമാരോടോ പറയാനുണ്ടോ? എനിക്ക് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ. നമ്മുടെ ഭാഗത്ത് നല്ല ഇഫോർട്ട് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും ജർമ്മൻ പാസ്സാവാൻ പറ്റും. വെച്ചാൽ നമുക്ക് കിട്ടുന്ന ട്യൂട്ടേഴ്സ് നല്ല ട്യൂട്ടേഴ്സ് തന്നെയായിരിക്കും എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ അങ്ങനെ ട്യൂട്ടേഴ്സിൻ്റെ സപ്പോർട്ടും നമ്മുടെ ഇഫോർട്ടും ഉണ്ടെങ്കിൽ ജർമ്മൻ എന്ന് പറഞ്ഞാൽ നമുക്ക് പാസ്സാവാൻ പറ്റത്തില്ലാത്തൊരു സാഗരമല്ല. എന്ന് വെച്ചാൽ നമുക്ക് IELTS ഒക്കെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു മൊഡ്യൂൾ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എല്ലാം എഴുതണം. പക്ഷെ ഇത് ഗോയിത്തേ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരെണ്ണം പോയാലും നമുക്ക് അത് മാത്രമായിട്ട് എഴുതിയെടുക്കാം. അത് വലിയൊരു കാര്യമാണ്. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറയാം ഗോയിത്തയാണ് കുറച്ചുകൂടി നല്ലത് നമുക്ക്. പിന്നെ നമ്മൾ ഇഫോർട്ട് ഇടണം നന്നായിട്ട്. ഡിഫിക്കൽട്ട് ഒരു സബ്ജക്റ്റാണ്. പിന്നെ ഇത് നമ്മളെപ്പോഴും വിചാരിക്കണം, ഇത് വേറൊരു ഫോറിൻ ലാംഗ്വേജാണ്. നമ്മൾ മലയാളിയായ നമ്മൾ വേറൊരു ലാംഗ്വേജ് പഠിച്ച് വിജയിക്കുക എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ ഒരു വിജയമല്ലേ ശരിക്കും? അതാണ്. കംപ്ലീറ്റ്ലി 100% എഗ്രി വിത്ത് യു. അതെ, അപ്പം ഇങ്ങനെ കിട്ടിയതിലും അതുപോലെ തന്നെ ഉടനധികം വളരെ പെട്ടെന്ന് തന്നെ പോവാനിരിക്കുകയാണ്. അപ്പം എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു. കൺഗ്രാറ്റുലേഷൻസ് ഫോർ യുവർ ജേർണി. ആൻഡ് അവിടെ പോയിട്ട് എന്താണോ നമ്മൾ ഉദ്ദേശിച്ച ആ കാര്യങ്ങൾ ചെയ്തെടുക്കാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു. സോ താങ്ക് യു ഫോർ ജോയിനിങ് വിത്ത് us ടുഡേ. ആൻഡ് ഓൾ ദി ബെസ്റ്റ്.